ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ നമ്മൾ +1 ഫിസിക്സിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീ സ്കീം ഫൈനലൈസേഷൻ കഴിഞ്ഞിട്ട് ഒഫീഷ്യൽ ആൻസർ കീ വന്നിട്ടുണ്ട്. വലിയൊരു മാറ്റം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുന്ന കറക്റ്റ് മാർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഓരോ സെക്ഷനായിട്ടാണ് ഫൈനൽ ആൻസർ കീ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോയിൽ തരാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് HSS ലൈവിൽ ഇത് അവൈലബിൾ ആണ്. പക്ഷേ കൂടുതലൊരു ക്ലാരിറ്റി, കാരണം സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെയാണ് ഓരോ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ വേണ്ടി മാത്രമാണ് മക്കൾ. പെട്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്ക് സെഷനിൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ അതൊക്കെ ഓക്കെയാണ്. M-1 L³ T-2. അതിൽ വലിയൊരു മാറ്റമൊന്നുമില്ല. രണ്ടാമത്തെ ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ സെൻട്രൽ കൂടി, അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എന്നൊക്കെ പറഞ്ഞ ഒരു കേസ് mr²/2 വരുന്നു. പിന്നെ ബബിളിൻ്റെ കേസ് വരുമ്പോൾ എക്സസ് പ്രഷർ 4s/r. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് തെർമോഡൈനാമിക്സ് ഏത് ലോ ആണ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിരുന്നു. അഞ്ചാമത്തേത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരുന്നു, നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലെ കൊളീഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞത്. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും SHMൻ്റെ കണ്ടീഷനുമായി ബന്ധപ്പെട്ട്. അതിപ്പോൾ ഇതാണ് കുറേ കുട്ടികളുടെ ഡൗട്ട്. ഇത് മാത്രമായിരിക്കണം മക്കൾ. A പ്രൊപ്പോർഷണൽ ടു -x എന്ന് എഴുതിയവർക്ക് മാർക്ക് കിട്ടും. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത് ഫസ്റ്റ് വീഡിയോ നിങ്ങൾ എക്സാം കഴിഞ്ഞാൽ ഞാൻ ചെയ്ത കാര്യത്തിൽ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ വലിയൊരു മാറ്റമൊന്നും അവിടെ ഇല്ല. ഓക്കെ, A പ്രൊപ്പോർഷണൽ ടു -x എന്ന് എഴുതിയവർക്ക് മാർക്കുണ്ട്. F പ്രൊപ്പോർഷണൽ ടു -x എന്ന് എഴുതിയാലും ഒരു മാർക്ക് കിട്ടും. അല്ലെങ്കിൽ F -kx എന്ന് എഴുതിയാൽ ഒരു മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM എഴുതിയ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ടു ആൻറ്റി ഫ്രോ മോഷൻ ഓഫ് എ ബോഡി അബൌട്ട് ഇറ്റ്സ് മീൻ പൊസിഷൻ ഓർ ഇക്വിലിബ്രിയം പൊസിഷൻ എഴുതി കഴിഞ്ഞാലും ഒരു മാർക്ക് കിട്ടും കേട്ടോ. ദെൻ ഏഴാമത്തെ ബീഡ്സ് ആണ്. വാക്സിങ്ങും വാനിങ് അതുമായി ബന്ധപ്പെട്ട് എഴുതിയാൽ മാർക്ക് കിട്ടും മക്കളെ. ഒരു സീനുമില്ല. അതിൽ 2 സൗണ്ട് വേവ്സ് ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡാണ് ബട്ട് സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് ഫ്രീക്വൻസി സൂപ്പർ ഇമ്പോസ്ഡ്, അങ്ങനെയുമായി ബന്ധപ്പെട്ട് ബീഡ്സുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതിക്കാൻ നിങ്ങൾക്ക് നൈസായിട്ട് ഒരു മാർക്ക് കിട്ടും. മാർക്കിൻ്റെ സെഷനിലേക്ക് പോകുമ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി 2 യൂസ് ആണ്. ചെക്ക് ദ കറക്റ്റ്നെസ്സും അതുപോലെ ഡിറൈവ് എഴുതിക്കാനാൽ തന്നെ നൈസായിട്ട് നിങ്ങൾക്ക് 1+1 മാർക്ക് കിട്ടും. അങ്ങനെ 2 യൂസ് ചെയ്തിരിക്കാനാൽ 2 മാർക്ക് കിട്ടും. 1 എഴുതിയിട്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കാനായിരുന്നു. അതിൽ ഒന്നാമത്തെ 4 രണ്ടാമത്തെ 3 ആണ് മക്കൾ. ഞാൻ ആ ഒരു വീഡിയോയിൽ ആദ്യം പറയുമ്പോൾ 4 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വീഡിയോ ചെയ്യുമ്പോൾ രണ്ടാമതൊക്കെ എഡിറ്റ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വോയിസ് മാറ്റാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ക്രീനിൽ അത് വ്യക്തമായിട്ട് 3 കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല. ബട്ട് ഞാനത് പറഞ്ഞ കുട്ടികൾക്കൊക്കെ റിപ്ലൈ മാക്സിമം തരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് മക്കളെ. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ചോദിച്ചോട്ടെ എന്നായിട്ട്. ഓക്കെ, ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറേ കുട്ടികൾ ഓവർ വന്ന സമയത്ത് എനിക്ക് ഫുള്ള് പറയാൻ പറ്റിയിട്ടില്ല. കാരണം ക്ലാസ്സിൻ്റെ ഇടയിലാണ് ഞാൻ കുറേ ആൾക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനഃപൂർവ്വം തരാതിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ടെൻഷൻ കൊണ്ടാണ് മാർക്ക് കിട്ടോ ഇല്ലയോ എന്നൊക്കെ പേടിച്ചിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും എൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. എന്ത് ചെയ്യുക, എന്നെ കൊണ്ട് പറ്റുന്ന എനിക്ക് അറിയുന്ന കാര്യമാണ്, എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ഷുവർ ഞാൻ പാസ് ചെയ്യാം കേട്ടോ. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ V=U+A ഡെറിവേഷൻ ആണ്. അത് ഡെറിവേഷൻ ഇനിയും മെത്തേഡാണ് മക്കൾ. ഗ്രാഫ് വരച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ A=V-U/T വെച്ചിട്ട് അത് തിരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. AT=V-U+AT ചെയ്താൽ 2 മാർക്ക് കിട്ടും. ഒരു ടെൻഷൻ ഓടിക്കേണ്ട. പിന്നെ പവറുമായി ബന്ധപ്പെട്ട് പവറിൻ്റെ ഡെഫിനിഷനിൽ പവറിൻ്റെ ഇക്വേഷൻ, വർക്ക് ബൈ ടൈം, പവറിൻ്റെ ഫോഴ്സിൻ്റെ വെലോസിറ്റി ഇതെല്ലാം എഴുതിയാൽ ഒരു മാർക്ക് കിട്ടും. പിന്നെ അവൻ്റെ യൂണിറ്റ് എഴുതിയാൽ അര മാർക്കാണ്. വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. ഡയമെൻഷൻ എഴുതി കഴിഞ്ഞാൽ ml²T⁻³ എഴുതിയാൽ അര മാർക്ക്. അങ്ങനെയാണ് 1+1/2 2 മാർക്ക് വരുന്നത്. പിന്നെ നമ്മൾ 12ാമത്തെ ദിവസം നമ്മൾ അനോമലസ് എക്സ്പാൻഷനും ബിഹേവിയർ ആണ് പറയേണ്ടത്. തെർമൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ വാട്ടറിൻ്റെ അനോമലസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ അബ്നോർമൽ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ആണ് പറയേണ്ടത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം പറയാം. നോർമലി 0°C to 4°C അങ്ങനെ പറയാം. വോളിയം ഓഫ് വാട്ടർ ഷ്രിങ്കാണ്. അതർവൈസ് ബാക്കിയൊക്കെ 5°C അതുപോലെ. അല്ലെങ്കിൽ കുറേ കുട്ടികൾ ഗ്രാഫ് വരച്ചിട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ. നിങ്ങൾക്ക് ഹാപ്പി ന്യൂസ് ആണ്. ഷുവലി ഗ്രാഫ് വരച്ച് മാക്സിമം ഡെൻസിറ്റി ആണ് 4°C വാട്ടർ ഉണ്ടാകുന്നത്. 4°C മിനിമം വോളിയം ഉണ്ടാകുന്നത് 4°C. അങ്ങനെ ഗ്രാഫിക്കലിയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഡോണ്ട് വറി. ദെൻ 13ാമത്തെ ക്വസ്റ്റ്യൻ ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് ആണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ തന്നെ 2 മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഇക്വേഷൻ കാര്യങ്ങൾ എഴുതി ഇക്വേഷൻ മാത്രമാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടുള്ളൂ. -dq/dt പ്രൊപ്പോർഷണൽ T2-3. ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിക്കാൻ തന്നെ 2 മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ ആ ഇക്വേഷൻ മാത്രമാണെങ്കിലാണ് 1 മാർക്ക്. പിന്നെ നമ്മൾ ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ CV 5/2R, CP 7/2R ഇത് എഴുതിയാൽ തന്നെ ഓരോ മാർക്കാണ്. ചിന്തിച്ചു നോക്കെ. ഓക്കെ, CV 5/2R ആണ് 1 മാർക്ക്, CP 7/2R ആണ് എഴുതിക്കാൻ 1 മാർക്ക്, ടോട്ടൽ 2 മാർക്ക്. ഇത് എഴുതാത്തൊരു കുട്ടി CP = നമ്മളെ മേയേഴ്സ് റിലേഷൻ ഇൻ കേസ് എഴുതിയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും എഴുതിയ മാർക്ക് കിട്ടില്ല എന്നാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. മേയേഴ്സ് റിലേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, പാരലോഗ്രാം ലോ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 3 മാർക്കിൻ്റെ സെഷനിലേക്ക് പോയി സ്റ്റേറ്റ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളാണ്. ഓക്കെ, അതിന് പിന്നെ ഡെറിവേഷൻ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഇൻ കേസ് അത് എഴുതിക്കാൻ തന്നെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ എക്സ്പ്ലനേഷൻ എഴുതിക്കാൻ 3 മാർക്ക് കിട്ടി. ഇനി ഇൻ കേസ് നിങ്ങൾ ആ പാരലോഗ്രാമിൻ്റെ ഫിഗർ വരച്ചാൽ 1.5 മാർക്ക് കിട്ടും. ആ ഇക്വേഷൻ R= മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റെ വെക്ടർ എഴുതിക്കാനാൽ 1 മാർക്ക് കിട്ടും. അങ്ങനെ 2.5 മാർക്കാണ് ആ ഇൻ കേസ് കിട്ടുക. 1/2 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയ 1 മാർക്ക്. F=ma ഡെറിവേഷൻ എഴുതിക്കാൻ 2 മാർക്ക്. അങ്ങനെ 1+2 3 മാർക്ക് വരും. പിന്നെ
പിന്നെ കുറേ കുട്ടികൾ അല്ലെങ്കിൽ തെറ്റിച്ചെന്നല്ല അറിയുന്ന കാര്യമാണ്, പക്ഷേ ഇത് വായിക്കുമ്പോൾ മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്ന കുറേ കുട്ടികൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചൊരു കാര്യം അതാണ് കെപ്ലറിൻ്റെ ലോസ്. മക്കളെ പ്ലാനറ്ററി മോഷൻ ഞാൻ വ്യക്തമായിട്ട് വീഡിയോയിൽ പറയും, കുറേ ആൾ അന്നേരമാണ് ശ്രദ്ധിച്ചത് തന്നെ. ഓക്കെ, കുറേ ആൾ ഫസ്റ്റിൽ പ്ലാനറ്ററി നടപ്പോൾ ലോ ഓഫ് ഓർബിറ്റ് മാത്രം എഴുതി വെച്ചു. അങ്ങനെയല്ല മക്കളെ 3 ലോയും എഴുതണം. 3 ലോയും ഓരോ മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 3 മാർക്ക്. ഇൻ കേസ് നിങ്ങൾ ആ ഒരു ലോ ആണെങ്കിൽ എഴുതിയിട്ടില്ലെങ്കിൽ 1 മാർക്ക് കിട്ടുമെന്ന് ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ടി വരും. വേറെ ഉള്ളത് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ 1 മാർക്ക് കിട്ടുള്ളൂ, 2 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഇൻ കേസ് നിങ്ങളുടെ ഫിഗർ വരച്ചു, ഇപ്പോൾ നമ്മൾ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഫിഗർ വരച്ചു, അല്ലെങ്കിൽ മറ്റേ സെക്കൻഡ് കേസിലാണ് DA/dt പ്രൊപ്പോർഷണൽ DA/dt L/2 കോൺസ്റ്റന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ തേർഡ് ലോ ആണ് T² പ്രൊപ്പോർഷണൽ ടു A³ ആണ്. ഇങ്ങനെ ഇക്വേഷൻ ഒക്കെ എഴുതി കഴിഞ്ഞാൽ 1/2 മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഏകദേശം 1.5 മാർക്ക് പകുതി മാർക്ക് പ്രതീക്ഷിക്കാം. ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് വേണമെന്ന് യങ്സ് മോഡുലസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. യങ്സ് മോഡൽസിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതി കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമില്ല, നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ എന്നോ y=FL/L ആ ഇക്വേഷൻ മാത്രം മതി, നിങ്ങൾക്ക് അവിടെ എന്താവാം. ഓക്കെ, 2 മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ യൂണിറ്റ് Nm/m² പാസ്കൽ എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്, അങ്ങനെ 2 + 1 3 മാർക്ക് കിട്ടും കേട്ടോ. ദെൻ നെക്സ്റ്റ് പാസ്കൽസ് ലോൻ്റെ ആ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റുമായി ബന്ധപ്പെട്ട ഫിഗർ വരച്ചാൽ 1 മാർക്കാണ്. ഓക്കെ, പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്കാണ്. ആ ഒരു ഫൈനൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ് F2 = A2/A1 × F1 എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. അങ്ങനെയാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്ക് വരുന്നത്. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ SHMൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ടാണ്. പൊട്ടൻഷ്യൽ എനർജി ½ ആണ്. കെൻ്റെ അത് ½ എന്ന് എഴുതിക്കാൻ 1 മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ½ കെനെ വരെ m² x² എന്ന് എഴുതി കഴിഞ്ഞാലും അവിടെ കിട്ടും. പൊട്ടൻഷ്യൽ എനർജി അതിന് 1 മാർക്ക്. കൈനറ്റിക് എനർജി ½ k × A² - x² എന്നോ ½ m² A² - x² എന്നോ സൈനസോയിഡൽ ഫംഗ്ഷൻ കൊസൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരും. അതുകൊണ്ട് ഡോണ്ട് വറി, കുറേ ആൾ കോസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു ടെൻഷൻ നിങ്ങൾ അടിക്കേണ്ട. അത് ഇതാണ് ഇപ്പോൾ സൈൻ വെച്ചിട്ടാണ് ആൻസർക്ക് കൊടുത്താൽ കോസ് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടാവും. ഓക്കെ, ഇൻ കേസ് ഇത് വരക്കുന്നവർ ഓക്കെ ഇങ്ങനെ എഴുതിക്കാൻ 1 മാർക്ക് കിട്ടി. പിന്നെ സൈൻ്റെ അതിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിൻ്റെ വേരിയേഷൻ നിങ്ങൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. അങ്ങനെ 1 + 1 + 1 3 മാർക്സ് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാം. നെക്സ്റ്റ് സ്പീഡ് ഓഫ് ലോഞ്ചിറ്റുള്ള വേവ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. v=√T/ρ എന്നുള്ള ജനറൽ ഇക്വേഷൻ എഴുതാം. അല്ലെങ്കിൽ സോളിഡിന് വരുമ്പോൾ v=√y/ρ എഴുതിയ മാർക്കുണ്ട്. അല്ലെങ്കിൽ ബൾക്ക് മോഡൽസിൻ്റെ കേസ് വെച്ചിട്ട് √B/ρ എഴുതിയാലും മാർക്കുണ്ട്. അല്ലെങ്കിൽ ന്യൂട്ടൺ ലാപ്ലേസ് ഫോർമുല v=√γp/ρ കുറിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. പിന്നെ ആ കറക്റ്റ് വാല്യൂ അത് നമ്മൾ ന്യൂട്ടൺ ലാപ്ലേസ് ഫോർമുലയിൽ v= എത്രയാണ് സ്പീഡ് ഓഫ് ലോഞ്ചിറ്റുള്ള വേവ്സിലും സ്പീഡ് ഓഫ് സൗണ്ട് വേവ്സ് ഇൻ എയർ അറ്റ് STP എന്ന് പറയുന്ന 331.3 അല്ലെങ്കിൽ 331 m/s എന്ന് ഉണ്ടാവണം, എന്നാലേ 1 മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ കിട്ടും. ഈ ഒരു വാല്യൂ ഇല്ലെങ്കിൽ ഷുവർലി നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ നഷ്ടപ്പെടുന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ദെൻ 4 മാർക്കിൻ്റെ സെഷനിലേക്ക് പോകുന്ന സമയത്ത് 22ാമത്തെ വർക്ക് എനർജി തിയറുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. വർക്ക് ഈക്വൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുമായുള്ള സ്റ്റേറ്റ്മെൻറ്റ് 2 മാർക്ക് അവിടെ കിട്ടും. അതുമായി ബന്ധപ്പെട്ട് ഇൻ കേസ് അത് എഴുതുമ്പോൾ ഇക്വേഷൻ ആണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ കിട്ടുള്ളൂ. W=Δ എന്ന് മാത്രമാണെങ്കിൽ 1 മാർക്ക് കിട്ടുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് എഴുതി കഴിഞ്ഞാൽ ഇക്വേഷൻ ഒക്കെ എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. പിന്നെ കൊളീഷൻ്റെ ടൈപ്സ് ആണ് ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇത് രണ്ടുമാണ് എഴുതേണ്ടത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ കിട്ടും. അല്ലെങ്കിൽ ഡെഫിനിഷൻ ഓഫ് കൊളീഷൻ എന്താണ്, ഫിസിക്കൽ കോൺടാക്ട് ഉണ്ടായിട്ടോ ഇല്ലെങ്കിലോ കൊളീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം. അങ്ങനെ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളീഷൻ്റെ ഡെഫിനിഷൻ എഴുതിയാൽ 1 മാർക്കാണ് വരിക. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് അവിടെ 2 മാർക്ക്, ടോട്ടൽ 4 മാർക്ക് വരുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ആംഗുലാർ മൊമെൻറ്റും ടോർക്കിൻ്റെ ഡെഫിനിഷൻ, ആ ഒരു ഇക്വേഷൻ. ഓക്കെ, ഡെഫിനിഷൻ പറയണം എന്താണ്, ടോർക്ക് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ആണ്, ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണ്. ഓക്കെ, ആ രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻ ടോ വെക്ടർ = r വെക്ടർ ക്രോസ് F വെക്ടർ അത് തന്നെയാണെന്നില്ല കേട്ടോ, r(sin θ) ആ ഒരു ഇക്വേഷൻ എഴുതിക്കാൻ നിങ്ങൾക്ക് അവിടെ 1/2 മാർക്ക്, അങ്ങനെ 1.5 മാർക്കാണ് ടോർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരിക. അതിൽ ആംഗുലാർ മൊമെൻറ്റിൻ്റെ ഡെഫിനിഷൻ പറയാം. മൊമെൻറ്റ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം, മൊമെൻറ്റം റൊട്ടേഷണൽ അനലോഗ് ഓഫ് മൊമെൻറ്റം, ഇതൊക്കെ ആംഗുലാർ മൊമെൻറ്റിൻ്റെ ഡെഫിനിഷനാണ്. പിന്നെ ആംഗുലാർ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ L വെക്ടർ = r വെക്ടർ ക്രോസ് P വെക്ടർ എന്നോ, അതുപോലെ L = അതിനൊന്നും വലിയ സീൻ ഉണ്ടാവില്ല, അതിനൊക്കെ നിങ്ങൾക്ക് 1/2 മാർക്ക് അവിടെ കിട്ടും. അങ്ങനെ ടോർക്ക് മൊമെൻറ്റും ആംഗുലർ മൊമെൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ 1.5 കുട്ടിക്കാണ് 3 മാർക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ ഇവർ നമ്മൾ റിലേഷൻ മാത്രം എഴുതണ്ടു. ടോ വെക്ടർ = d/dt L വെക്ടർ, അല്ലെങ്കിൽ ടോ = d/dt L വെക്ടർ ഇല്ലെങ്കിലും സീനൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് 4 മാർക്ക് അവിടെ വരുന്നത്. പിന്നെയാണ് എസ്കേപ്പ് സ്പീഡിൻ്റെ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. പിന്നെ നമ്മൾ എസ്കേപ്പ് സ്പീഡിൻ്റെ ഇക്വേഷൻ √2g M / R ഡെറിവേഷൻ, അല്ലെങ്കിൽ √2gr ഡെറിവേഷൻ കംപ്ലീറ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാർക്ക് നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ 25ാമത്തെ ക്വസ്റ്റ്യനാണ് മക്കളെ, നമ്മളെ ഡെഫിനിഷൻ ഓർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതാരാണ് നമ്മൾ ഐസോതെർമലും അഡിയാബാറ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളാണ്. ഓക്കെ, ഓരോന്നും വെച്ചിട്ടാണ് ഐസോതെർമലിൻ്റെ ഡെഫിനിഷൻ എഴുതിക്കാൻ 1 മാർക്ക്, ഇക്വേഷൻ ആണെങ്കിൽ 1 മാർക്ക് കിട്ടും. ഓക്കെ, ഏതെങ്കിലും ഒന്ന് കിട്ടും. ഓക്കെ, ദെൻ അതുപോലെ അഡിയാബാറ്റിക്കിൻ്റെ ഡെഫിനിഷൻ ഓർ ഇക്വേഷൻ എഴുതിക്കാൻ 1 മാർക്ക്, അങ്ങനെ 2 ആൾ എഴുതിക്കാൻ 2 മാർക്ക് കിട്ടും. ഐസോതെർമലിൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ചെയ്ത 2 മാർക്ക്. ഫൈനൽ ഇക്വേഷൻ മാത്രമാണ് nRT log V2/V1 എന്ന് എഴുതിയിട്ടുള്ളെങ്കിൽ മക്കളെ 1 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുള്ളൂ. ദെൻ 5 മാർക്കിൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ്, യൂണിഫോമിൽ ആക്സലറേറ്റഡ് മോഷൻ ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഗ്രാഫ് എക്സൈസ് വൈ എക്സ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 1 മാർക്ക് കിട്ടും. പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓർ യൂസ്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണെന്നൊക്കെ പറയുന്ന ആ യൂസ് 2 എഴുതിക്കാൻ 2 മാർക്ക് കിട്ടും. 1 മാർക്ക് കിട്ടുള്ളൂ. ദെൻ S = UT + ½ ഡെറിവേഷൻ ചെയ്ത ഒരു കുട്ടിക്ക് കംപ്ലീറ്റ് ഡെറിവേഷൻ 2 മാർക്ക്. ഇൻ കേസ് അവിടെ ഗ്രാഫ് മാത്രം വരച്ചിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇതിന് 27ാമത്തെ ക്വസ്റ്റ്യൻ എ പാർട്ട് നമ്മൾ മാക്സിമം ഹൈറ്റിൻ്റെ ഡെറിവേഷൻ ആണ് മക്കളെ. ഡെറിവേഷൻ ചെയ്ത് കറക്റ്റ് ഡെറിവേഷൻ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഇൻസൈഡിൽ ഡെറിവേഷൻ ചെയ്ത കുട്ടിക്ക് 2 മാർക്ക് കിട്ടും. ഇൻ കേസ് അവിടെ ഫൈനൽ ഇക്വേഷൻ മാത്രമാണ് H = U² sin² θ/2g ഇക്വേഷൻ മാത്രമാണ് 1 മാർക്ക് കിട്ടുള്ളൂ. ദെൻ ആ പ്രോബ്ലം രണ്ടാമത്തെ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ പ്രോബ്ലമാണ്
2 മാർക്കിൻ്റെ പ്രോബ്ലം ആണ്. അത് ഇക്വേഷൻ എഴുതി 69 മീറ്റർ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്, ഇക്വേഷൻ എഴുതിയ 1 മാർക്ക്, സ്റ്റെപ്സ് ഒക്കെ എഴുതി ഫൈനൽ ആൻസർ കിട്ടിയാൽ 1 മാർക്ക്, അങ്ങനെയാണ് 2 മാർക്ക്. നിങ്ങൾക്ക് ഫൈനൽ ആൻസർ മാത്രമേ ഉള്ളൂ എങ്കിൽ 1/2 മാർക്ക് കിട്ടും. ഇക്വേഷൻ ഉണ്ട്, ഫൈനൽ ആൻസർ മാത്രമേ ഉള്ളൂ 1/2 മാർക്ക്. ഇൻ കേസ് ഫൈനൽ ആൻസർ തെറ്റി സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടുന്നതായിരിക്കും. 1/2 മാർക്ക് മീൻസ് 1.5 മാർക്ക് കിട്ടും കേട്ടോ. ഇക്വേഷനും സ്റ്റെപ്സ് എഴുതിന് 1/2 മാർക്ക് 1.5 മാർക്ക് കിട്ടും, 1/2 മാർക്ക് നഷ്ടപ്പെടും. മാക്സിമം ഹൊറിസോൺ റേഞ്ച് വരുന്ന ആംഗിൾ 45 ഡിഗ്രി 1 മാർക്ക്. ദെൻ 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ, നമ്മളെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റം ആണ് എ പാർട്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിക്കാനാൽ 1 മാർക്ക്. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റ് ഏതെങ്കിലും മെത്തേഡ് ന്യൂട്ടൻ്റെ സെക്കൻഡ് തേർഡ് യൂസ് ചെയ്ത് പ്രൂവ് ചെയ്താൽ 1 മാർക്ക്, അങ്ങനെ 2 മാർക്ക് കിട്ടും കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്, പ്രൂഫും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കും കൂടി കിട്ടി 2 മാർക്ക് വരും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ടാണ്. എക്സ്പ്ലനേഷൻ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്, ഫ്രിക്ഷൻ ടൈപ്സ് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്, അങ്ങനെയാണ് 2 മാർക്ക് വരുന്നത്. പിന്നെ നെറ്റ് ഇക്വിലിബ്രിയം അതിലൊരു ഡൗട്ടും ഇല്ല, 0 തന്നെ വേണം. ഓക്കെ, നെറ്റ് ഇക്വിലിബ്രിയം ഓഫ് അവിടെ വരുന്ന സമയത്ത് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്, ഒരു ഡൗട്ടും ഇല്ല. വേറെ ഒരു വാല്യൂ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. 29ാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീം ലൈൻ ഫ്ലോനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്കാണ്. എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്നൊക്കെ ഞാൻ തൊട്ടുമ്പോൾ ആൻസർ കീഴിൽ പറയുന്നുണ്ട്. ദെൻ ബി പാർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇക്വേഷൻ എഴുതിക്കാൻ 1 മാർക്ക്. ബെർണോളിസ് പ്രിൻസിപ്പലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ കാര്യങ്ങളൊക്കെ എഴുതിയാൽ തന്നെ P + ഹാഫ് റോ V സ്ക്വയർ പ്ലസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഇവിടുന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് 2 മാർക്ക്. 3ാമത്തെന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷനിൽ സ്റ്റോക്സ് ലോൻ്റെ ഇക്വേഷൻ എഴുതുന്ന ഒരു കേസ് എഴുതിയാൽ 1 മാർക്ക് കിട്ടുള്ളൂ. പിന്നെ അവിടെയാണ് കുറേ കുട്ടികൾ മാർക്ക് വന്നത് മറ്റൊരു കുറേ കുട്ടികൾ ഈറ്റേസ് ഈക്വൽ ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ റേറ്റ് എന്നാണ്, ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ റേറ്റ് എന്നാണ് ശരിക്കും അവിടെ ഹൂക്സിലോ വരുന്നത്. ഫ്ലൂയിഡ്സിൻ്റെ ഹൂക്സിലോ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ല, സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ് ആണ്. ഒരു കുട്ടിയെ ചോദിച്ച സമയത്ത് പറഞ്ഞത് അതാണ് പെർഫെക്റ്റ് ആൻസർ. ഈറ്റാസ് ഈക്വൽ സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ റേറ്റ് എന്നോ അല്ലെങ്കിൽ ഈറ്റാസ് ഈക്വൽ FL/AV നമ്മൾ ന്യൂട്ടൺസ് വിസ്കസ് ഫോർമുലയിൽ നിന്നും ഈറ്റൻ ഇക്വേഷൻ എഴുതിക്കാൻ 1 മാർക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഒഫീഷ്യൽ ആൻസർ കീ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇൻ കേസ് മക്കൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, ഒരു കുറച്ച് മാർക്ക് കുറവാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചേക്കുക, നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. മാക്സിമം അതിന് വേണ്ടി ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യാം, മെല്ലെ പഠിക്കുക. കാരണം നമ്മൾ എക്സാം നേരത്തെ ആക്കുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. മാർച്ചിൽ തന്നെയായിരിക്കും മിക്കവാറും എക്സാം. അത് ഇൻ കേസ് നേരത്തെ ആയിക്കോട്ടെ നല്ല കാര്യം. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, +2 അത്രത്തോളം പഠിക്കാനായിട്ട് അത് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി അതേ നേരത്തെ കാലത്ത് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം കേട്ടോ. സോ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോ കാണാം. +2 റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഇനി വരുന്നുണ്ട്. നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. എക്സസൈസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വീഡിയോസ് വരുന്നത്. നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.